ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുവൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് പുതിയൊരു ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ ട്യൂബ് ബീഡ്സ്, അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ്, പിന്നെ സീക്വൻസ്, ഈ 3 ടൈപ്പാണ് എടുക്കുന്നത്. ഞാൻ സിൽക്ക് ത്രെഡ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോട്ടൺ ത്രെഡും യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു വി നെക്ക് ഡിസൈനാണ്. ഇതിൽ ഒരു ഫ്ലവറിൻ്റെ പാറ്റേണിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അത് ഒന്നിട വിട്ട് ആദ്യത്തെ ഒരു ഫുൾ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചുള്ളത്. രണ്ടാമത്തേത് നമ്മൾ അതിൽ ഒന്നിടവിട്ട് ലോങ് ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓരോ സീക്വൻസ്, അതായത് ഓരോ പെറ്റലും ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫ്ലവറിൻ്റെ അകത്ത് 8 പെറ്റൽ വരുന്നുണ്ട്. ഓരോ പെറ്റലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ബീഡ്, അത് കഴിഞ്ഞിട്ടൊരു ഷുഗർ ബീഡ്, പിന്നെ സീക്വൻസ്, ആ ഒരു ഓർഡറിലാണിത് തയ്ച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരൊറ്റ ഫ്ലവറിൽ തന്നെ 8 എണ്ണം വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. ഇതിന് നമ്മൾ സ്റ്റിച്ചിങ്ങോ ഇതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ജസ്റ്റ് സൂചിയും നൂലും കോർക്കാൻ അറിയാവുന്നവർക്ക് സിമ്പിളായിട്ടിരുന്ന് കുറച്ച് ക്ഷമയോടെ കുറച്ച് സമയം എടുക്കണമെന്നേ ഉള്ളൂ. ആ ഒരു സമയത്തിന് നമുക്കിതൊന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ സിൽക്ക് ത്രെഡ് എടുത്തിരിക്കുന്നത് ആ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നെക്കിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ്റെ ഭാഗത്തും ഈ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അവിടെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ഡിസൈൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്സരയുടെ ഗ്ലാസ് മാർക്കർ പെൻസിൽ വെച്ചാണ്.
ഇത് നമുക്ക് എല്ലാ കളറിലും ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് നമുക്കിത് അവൈലബിൾ ആണ്. ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുമ്പം ഇത് പെട്ടെന്ന് തന്നെ മാറ്റാനും പറ്റും. അതുപോലെ ഞാൻ ഈ നെക്ക് ലൈനിൽ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അത് ഈ ഗോൾഡൻ കളർ സിൽക്ക് ത്രെഡിൻ്റെ 2 സ്റ്റാൻഡ്സ് എടുക്കുന്നുണ്ട്. ഇതിന് ആരി വർക്കൊന്നും അറിയണ്ട. നമുക്ക് സാധാരണ സൂചിയും നൂലും കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെറിയ ചെറിയ ചെയിൻസായിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചെടുക്കാം. ഇതേ സെയിം ഡിസൈനാണ് ഈ ഫുൾ ഈ വീനൊക്കെ പോർഷനിൽ വരുന്നത്. നമുക്കൊന്ന് ബാക്കി ഭാഗം കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബൊട്ടിക് ഡിസൈൻ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.